ഇതാണ് ചൂര, ഇതാണ് ചൂര. അല്ല അല്ല, അടിപൊളി മീൻ. നേരെ നേരെ വീടിന്റെ പെരുമാറുക. തൊട്ടേ വരുന്നത് 15 വയസ്സ് തൊട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാ. മീന് ഇല്ല, വേറെ എങ്ങും അമ്പലമില്ല. വെളുന്നല്ലൂർ 20 വർഷം കൊണ്ട് ഞാനിവിടെ ഉണ്ട്. ഞാൻ വരുന്നതിന് മുമ്പേ ഞങ്ങൾ വാപ്പായായിരുന്നു, വാപ്പാടെ വാപ്പ എല്ലാം മീൻ കച്ചവടമായിരുന്നു. അടുത്ത വർഷം നമ്മളുണ്ടോ, നിങ്ങൾ മേടിക്കാനുണ്ടോ എന്നൊന്നും പറയാനാവില്ല. നമുക്കറിയില്ല. ലോകം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രോഹിണി ഉത്സവമാണ്. ഇണ്ടലേപ്പ ക്ഷേത്രത്തിൻ്റെ ഉത്സവം. ഇവിടുത്തെ പ്രധാന ദേവൻ ശ്രീരാമസ്വാമിയാണ്, ഉപദേവനാണ് ഇണ്ടലേപ്പ ക്ഷേത്രം. അപ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പേ, അതായത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ ജാതി മതസ്ഥർക്കും കയറി പൂജിക്കാനുള്ള അവർണർക്കും സ്വാമിക്കും എല്ലാവർക്കും ഒരുപോലെ പൂജിക്കാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എല്ലാ പ്രാവശ്യവും വന്ന് തൊഴുന്നൊരു മുസ്ലിം പണ്ഡിതനുണ്ടായിരുന്നു. മുസ്ലിം പണ്ഡിതൻ വന്നിവിടെ തൊഴുന്നതൊക്കെ കണ്ടിട്ട് യാഥാസ്ഥിതരായിട്ടുള്ള അന്നുള്ള ഇവിടുത്തെ ആൾക്കാർ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു എന്നാണ് ഒരു കെട്ടുകയും. അതിനെ തുടർന്ന് നാട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവുകയും അതിൻ്റെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അതിന് കാരണം അദ്ദേഹത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ പരിഹാരമായിട്ട് മുസ്ലിം സഹോദരർക്ക് ഈ ഒരു ദിവസം, രോഹിണി ദിവസം, മീനമാസത്തിലെ രോഹിണി ദിവസം ഇവിടെ മീൻ കച്ചവടം നടത്താനുള്ളൊരു അവകാശം കൊടുക്കുമെന്നാണ് ഐതിഹ്യം. ഇത് വിശാലമായ മണപ്പുറത്തായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. മണപ്പുറം പോയതുകൊണ്ട് ഇവിടെ ഒതുങ്ങിയത്. ഇത് വന്ന് മീനും മേടിച്ചിട്ട് അമ്പലത്തിൽ തൊട്ട് തീണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശുദ്ധി നടത്തിയിട്ടാണ് പിന്നീട് മെയിൻ ഉത്സവം വരുന്നത്. പ്രധാനം അശുദ്ധി ആകുന്നുണ്ട്, അശുദ്ധി ആവുക എന്നുള്ളതാണ്. അതിനുശേഷം ശുദ്ധി ചെയ്തിട്ടാണ് ഉത്സവം. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. പക്ഷെ മീനിനൊക്കെ ഭയങ്കര വില. 400 രൂപ, വേളക്കിലോ 700 രൂപ. ആദായ വില, ആദായ വില. അരപ്പുളി വാങ്ങാം, ഒരു പുളി തേങ്ങ, ചട്ടി വെച്ച കറി വെക്കാം, വെളിച്ചെണ്ണ കീറിയിട്ട് കരിയപ്പിന്റെ ഊരിയിട്ട് വെക്കണം. എന്നാലേ രുചി കാണും. കറി വാ. കിലോ 700, വേളക്കിലോ 700 രൂപ, വേളക്കിലോ 700 രൂപ, വേളക്കിലോ 700 രൂപ, കേര 400 രൂപ, കേര 400 രൂപ. നമ്മൾ നേർച്ച നമ്മൾ ചെയ്യും. അത് ഏത് വരെ നമ്മൾ മീൻ കൊണ്ടുവരും. എവിടെ പോലും വരും എല്ലാ വർഷം. വാ, കൊഞ്ചുണ്ട്, കൊഞ്ച് വാ, നല്ല കൊഞ്ചുണ്ട്, കൊഞ്ചുണ്ട്, കണവയുണ്ട്. വാ കൊഞ്ച് കണവ, കൊഞ്ച് കണവ. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഓർമ്മയുള്ള കാലം പോലെ ഇത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പേര് കേട്ട ഒരു അമ്പലം. ഏതൊരു നേർച്ച നടത്തിയാലും അതിന്റെ മഹാത്മ്യം ഉണ്ട്. അമ്പലം ഇഷ്ടത്തിൽ ഇത് പണ്ട് എനിക്ക് ഓർമ്മ ആവുന്ന മുട്ടേ ഉള്ളതാണ്. ഇത് നമ്മളെ ഇന്നത്തെ ഒരു ചടങ്ങാണ്. ആചാരം ഉപ്പും ചുണ്ണാമ്പും മേടിപ്പ് മീനും ഇവിടെ ഇറങ്ങിയാൽ മേടിച്ചോണ്ടേ കയറൂ. മീൻ മേടിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകും ആൾക്കാർ. 10-20 കൊല്ലം കൊണ്ട് ഇവിടെ സ്കൂളിൽ 1ാം ക്ലാസ് തൊട്ട് മീൻ കച്ചവടം തുടങ്ങിയ സ്കൂളിൽ പോയിട്ടില്ല. ഇവിടെ മീൻ കച്ചവടം തന്നെ. നമ്മൾ ഏത് ലോകത്ത് പോയാലും ഈ മീൻ കച്ചവടത്തിന് ലാഭമായാലും അതായത് ഈ ഉത്സവം തുടങ്ങുന്ന തന്നെ പാണർ പറകൂട്ടി പാടിക്കൊണ്ടാണ് അറിയിക്കുന്നത്. അതായത് അവിടെ കാണുന്ന വിശാലമായ പാറപ്പരപ്പിൽ ഭരണി നാളിൽ വേടർ സമുദായത്തിലുള്ള സഹോദരങ്ങൾ പൊങ്കാല. അത് കഴിഞ്ഞിട്ട് ഈ ഇന്നലെ, അതായത് രോഹിണിയുടെ തലേന്ന് കാർത്തിക ദിവസം രാത്രി വെളുക്കെ ഇന്ന് രാവിലെ വരെ സിദ്ധനർ സമുദായത്തിലെ, കുറവർ സമുദായത്തിലെ സഹോദരന്മാർ അവരുടേതായ ആചാരങ്ങളും കളികളും തലയാട്ടം കളിയും മുടിയാട്ടം കളിയും എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഇവിടെ അവതരിപ്പിച്ച് നേരം വെളുപ്പിക്കും. രാവിലെ മുതൽ മീൻ കച്ചവടം. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ പൂജകൾ നടത്താനുമുള്ള, അതുപോലെ തന്നെ മറ്റേ വേളാർ സമുദായത്തിലെ ആൾക്കാർ അവർ അവിടെ സമർപ്പിക്കാറുണ്ട്. നായുവയ്പ് ഉത്സവമാണ് ഇത് അറിയപ്പെടുന്നത്. ഉത്സവം എല്ലാവരും ഒന്ന് ചേർത്ത് വെള്ളയപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളയപ്പൻ്റെ ആൾക്കാരാണെന്നാണ് അവർ പറയുന്നത്.
കരിമ്പ് ചൂര 200 രൂപ. 50 രൂപ എടുക്കണ്ട അമ്മരേ നോക്കിയാണ് ഇല്ല മീന് ഇവിടെ പ്രധാനമായിട്ടുള്ളതാണ്. മീന് മേടിച്ചിട്ട് കയറൂല, അമ്പലത്തിൽ കയറി തൊഴുക, അതിലേ കൊണ്ടുപോവുക. ഇതാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. എല്ലാ വർഷവും വരും, മേടിക്കാതെ പോകും പലരും. ഇത് കണ്ട 50 രൂപയ്ക്ക് അവിടെ അമ്മ കൊണ്ടുവന്നാൽ ഇത് തരികയില്ല. ഇത്രയും സന്തോഷം. ഇവിടെ ഞങ്ങൾക്ക് നഷ്ടമില്ലാവും നോട്ടമില്ല. ഞങ്ങൾ മീൻ കൊടുക്കും. ആചാരവും 500 രൂപയുടെ മീൻ 400 രൂപ. സന്തോഷം. ഞങ്ങൾ ഹാപ്പിയാണ്. മത്സര കച്ചവടമല്ല, എന്നാലും മത്സരം കണക്കാണ്. ഞങ്ങളെല്ലാം സഹോദരങ്ങളാണ്. എല്ലാം ഞങ്ങൾ എപ്പോഴും കാണുന്നവരാ. എന്നാൽ ഇവിടെ ഒരു കച്ചവടത്തിന് ഇതായ രീതിയിൽ എല്ലാം ഇതാ. ഞങ്ങൾ ഹാപ്പിയാണ്.